വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. जय राधा माधवा कुंज बिहारी जय गोपीचन वल्लभा गिरिवरधारी जय यशोधनंदना व्रज जनरंजना यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय गौरनिताय जय गौरनिताय. जय जय प्रभुपाद प्रभुपाद जय जय गुरुदेव गुरुदेव. ഹരേ കൃഷ്ണ സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം 57-ാമത്തെ ശ്ലോകം ആണ്. 87-ഉം 58-ഉമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 57-ാമത്തെ ശ്ലോകം വായിക്കാം. യാ സർവത്ര നഭി സ്നേഹ തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദൃഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതഃ. യാ സർവത്ര നഭി സ്നേഹസ്തത് തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദിഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വിവർത്തനം: ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഭാവാർത്ഥം: നല്ലതോ ചീത്തയോ ആയ പരിവർത്തനങ്ങൾ ഭൗതിക ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം ഭൗതിക പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാകാതെ നന്മതിന്മകളുടെ ബാധയേൽക്കാതെയുള്ള ഭക്തനെ കൃഷ്ണാവബോധമുറച്ചവനെന്ന് കരുതാം. ദ്വന്ദ്വങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നന്മതിന്മകൾ അനുഭവപ്പെടാനിടയുണ്ട്. എന്നാൽ സർവമംഗളകാരിയായ നിരപേക്ഷ സത്യമായ കൃഷ്ണനിൽ മാത്രം താല്പര്യമുള്ള കൃഷ്ണാവബോധത്തിൽ ഉറച്ച ഭക്തനെ അവ ബാധിക്കുകയില്ല. ആ വിധത്തിലുള്ള കൃഷ്ണാവബോധം സമാധി എന്നറിയപ്പെടുന്ന തികഞ്ഞ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ജീവാത്മാവിനെ എത്തിക്കുന്നു. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 57-ാമത്തെ ശ്ലോകം. യാ സർവത്ര നഭിസ്നേഹ തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലതും ചീത്തയുമായ പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാകാതെ
നന്മ തിന്മകളുടെ ബാധയേൽക്കാതെ ഉള്ള ഭക്തനാണ് സ്ഥിതപ്രജ്ഞൻ. 2-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജ്ഞാന യോഗമാണ്. ഈ അധ്യായത്തിലാണ് ശരിക്കും ഭഗവാൻ ഗീത തുടങ്ങുന്നതും ഈ അധ്യായത്തിലാണ്. 1-ാം അധ്യായം എന്ന് പറയുന്നത് സൈനിക വിന്യാസത്തിന്റെ നിരീക്ഷണവും അർജുനൻ ഭഗവാന്റെ അടുത്ത് 2 സൈന്യത്തിന്റെയും മധ്യേ തേര് കൊണ്ട് നിർത്താൻ പറയുന്നതും അങ്ങനെ നിർത്തും ഭഗവാൻ കണ്ടുകൊള്ളൂ എന്നുള്ള മട്ടില് തന്റെ ബന്ധുമിത്രാദികളെ അർജുനന് കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ കണ്ട് തളർന്ന് അങ്ങനെ തരിപ്പണമായി പോകുന്ന അർജുനൻ കയ്യിൽ നിന്ന ഗാണ്ഡീവവും എല്ലാം ഊർന്ന് താഴെ തേർത്തട്ടിൽ വീഴുന്നു. അർജുനൻ തന്നെ യുദ്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എന്താണ് ഇവരെയൊക്കെ കൊന്നുകൊണ്ട് ഈ പാപപങ്കിലമായ രക്തം നിറഞ്ഞ കൈകളാൽ എനിക്ക് രാജ്യം വേണ്ട, ഇവർ വേണമെങ്കിൽ എന്നെ കൊന്നുകൊള്ളട്ടെ, എന്നാലും എനിക്ക് രാജ്യം വേണ്ട, രാജ്യം മാത്രമല്ല ത്രിലോകങ്ങൾ, ഈ സ്വർഗീയ ലോകങ്ങൾ പോലും തന്നാൽ പോലും വേണ്ട എന്ന് പറഞ്ഞ് അർജുനൻ കുറേ ന്യായങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. എന്നാണ് ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഭൂമിയിൽ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെ കൊണ്ട് നിറയും. സ്ത്രീകൾ ദുഷിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും. കുട്ടികളൊക്കെ അങ്ങനെയുള്ള കുട്ടികളാൽ ഈ സമൂഹം മൊത്തം നശിക്കും. പിതൃക്കൾക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയാ ശ്രാദ്ധ പിണ്ടാദികൾ കിട്ടാതെ അവരെല്ലാം ശപിക്കും. അങ്ങനെ വീണ്ടും ഈ സമൂഹത്തിന് ശാപങ്ങളേറ്റ് വീണ്ടും വീണ്ടും നാശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അർജുനൻ ന്യായീകരിക്കുന്നുണ്ട് യുദ്ധത്തിൽ നിന്നും മാറാനായിട്ട്. അപ്പൊ ചിലര് വിചാരിക്കും അർജുനന് ഈ എന്താ പറയാ 11 അക്ഷൗണി പട കണ്ട് പേടിച്ച് ഇങ്ങനെയൊക്കെ തോന്നിയതാണ്. അങ്ങനെയല്ല, ശരിയാണ്. പാണ്ഡവർക്ക് 7 അക്ഷൗണി പടയേ ഉള്ളൂ. പാണ്ഡവരെ കാട്ടി 4 അക്ഷൗണി പട കൂടുതലാണ്. പക്ഷേ അർജുനൻ ആരാണ്? അർജുനൻ സാധാരണക്കാരനല്ല. അർജുനൻ ഒരു എന്താ പറയാ ദേവേന്ദ്രന്റെ പുത്രനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം നരനാരായണന്മാരിൽ നരനാണ്. പിന്നെ സ്വന്തം പിതാവായ ദേവേന്ദ്രനെ പോലും അദ്ദേഹം തോൽപ്പിച്ചോടിച്ച ആളാണ്. മഹാദേവനുമായിട്ട് കട്ടയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് അവസാനം പാശുപതാസ്ത്രം പോലെയുള്ള അവാർഡുകളൊക്കെ മേടിച്ച ആളാണ്. കൂടാതെ യമദേവനിൽ നിന്നും വരുണനിൽ നിന്നും പല പല ദേവീദേവന്മാരിൽ നിന്നൊക്കെ അദ്ദേഹം വരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. ഈ പറയുന്ന കൗരവരെ തന്നെ എന്താ പറയാ പശുക്കളെ ഒരു അജ്ഞാതവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് പശുക്കളെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന കൗരവരെ ഒരു സ്ത്രീ വേഷത്തിൽ സൈലന്ദ്രി എന്ന പേരിൽ അദ്ദേഹം സ്ത്രീ വേഷധാരിയായിട്ട് നിന്ന് ഒറ്റയ്ക്ക് പോരാടി ഈ കൗരവരെ മൊത്തം, ഈവൻ ഭീഷ്മദേവനും എന്താ പറയാ കർണനും ദ്രോണനും ഒക്കെ ഉള്ള ഈ സൈന്യത്തെ തന്നെ തോൽപ്പിച്ച് തുന്നം പാടിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അർജുനന് ഇവരെ കണ്ടിട്ട് പേടിയൊന്നും ഉണ്ടായതല്ല. മറിച്ച് ഒരു ഭക്തൻ, അർജുനൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. അപ്പൊ ഒരു ഭക്തൻ്റെതായ സ്വാഭാവികമായ മറ്റുള്ളവരെ കൊല്ലരുത്, വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്, അങ്ങനെ ഉണ്ടായി കിട്ടുന്ന ഒന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ചിന്താഗതി അതിൻ്റെ ഉള്ളില് ഉണ്ട്. കാരുണ്യം, ദയ, ഇതൊക്കെ അർജുനന് സ്വാഭാവികനെ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭഗവാൻ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ആണും പെണ്ണും കെട്ട സ്വഭാവം? യുദ്ധത്തിന് എല്ലാം ഫിക്സ് ആക്കി വെച്ചിട്ട് കമാൻഡർ ഇൻ ചീഫ് യുദ്ധത്തിൽ നിന്ന് മാറിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയും പോലെ അർജുനൻ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് ഭഗവാൻ ദൂതൊക്കെ പൊളിഞ്ഞ് പരാജയപ്പെട്ട് തിരിച്ചു വന്നു. യുദ്ധത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. യുദ്ധത്തിന് വേണ്ട ആൾക്കാരെയൊക്കെ കൊന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ രാജാക്കന്മാര് 2 സൈഡിൽ നിന്നും വന്ന് പങ്കെടുക്കാൻ നിൽക്കുന്നു. എല്ലാം യുദ്ധം തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം. ആ സമയത്ത് അർജുനൻ പറയുന്നു എനിക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ല, ഇവരെയൊക്കെ കൊന്നുകൊണ്ടുള്ള രാജ്യം എനിക്ക് വേണ്ട. അതിന് അദ്ദേഹം കുറെ ന്യായങ്ങളും നിരത്തുന്നു. അപ്പോൾ ഭഗവാൻ എന്താ ഒരു മനഃശാസ്ത്രജ്ഞന്റെ കൗതുകത്തോടു കൂടി അർജുനനെ എന്താ പറയാ വേണ്ടതായ ഉപദേശങ്ങൾ കൊടുത്ത് ഈ എന്താ പറയുക യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഭാഗമാണ് 2-ാം അധ്യായം. ഇതിനെ സാഖ്യയോഗം എന്ന് കൂടി പറയാറുണ്ട്. ഇവിടെയാണ് ആത്മാവിനെ കുറിച്ച് നീ ഈ പറയുന്ന ഈ സൈന്യങ്ങളും നീയും ഞാനും മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, നാളെയും ഉണ്ടാകും എന്ന് മാത്രവുമല്ല, നിനക്ക് ഈ പറയുന്ന ശരീരത്തിനെ മാത്രമേ നിഗ്രഹിക്കാൻ പറ്റുള്ളൂ, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല, ആത്മാവിനെ അഗ്നിയിൽ ദഹിപ്പിക്കാൻ പറ്റില്ല, വെള്ളത്തിൽ കുതിർക്കാൻ പറ്റില്ല, വായുവിനെ ശ്വസിപ്പിക്കാൻ പറ്റില്ല, ആത്മാവിനെ സൃഷ്ടിക്കാൻ പറ്റില്ല, ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. ആത്മാവ് സർവഗതനാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആത്മാവ് എന്താ പറയാ ആത്മാവിന് നാശമില്ല. ആത്മാവ് ശരീരത്തിന് മാത്രമാണ് നാശമുള്ളത്.
എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് അർജുനനെ ഗീതോപദേശം തുടങ്ങുന്ന അധ്യായമാണ് 2-ാം അധ്യായം. അതുകൊണ്ട് തന്നെ സാഖ്യം എന്ന് പറയുമ്പോൾ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്, യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്താണ്, യഥാർത്ഥത്തിൽ നാം ആരാണ്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ആ ഒരു ബോധം അർജുനനിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അത് ഒരു അർജുനൻ ശാരീരിക ബോധത്തിൽ ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയില്ല. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തക്കാർ, എൻ്റെ ഗുരു, എൻ്റെ മുതുമുത്തശ്ശൻ, എൻ്റെ ആളിയന്മാർ, എൻ്റെ മക്കൾ, ഇങ്ങനെയുള്ള ആ ബോധത്തിൽ നിൽക്കുകയായിരുന്നു അർജുനൻ. ആ അർജുനനെ നീ ശരീരമല്ല നീ ആത്മാവാണ് എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ചിന്തയെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കണക്കായിട്ട് അതിന് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അത് രീതിയിൽ കൃഷ്ണൻ ഉപദേശിച്ചു കൊണ്ട് ഇരിക്കുന്ന ഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എന്താണ് അർജുനന്റെ അടുത്ത് ഒരു സ്ഥിതപ്രജ്ഞന്റെ, ഒരു ഭക്തന്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ ഭഗവാൻ പറയുന്നത്. എന്താ പറയണത്? നല്ലതും ചീത്തയും മായ പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാകാതെ നന്മ തിന്മകളുടെ എന്താ പറയുക ബാധയേൽക്കാതെയുള്ള ഭക്തനാണ് സ്ഥിതപ്രജ്ഞൻ, അല്ലെങ്കിൽ കൃഷ്ണാവബോധം ഉറച്ചത്. കൃഷ്ണാവബോധം, ഭക്തി, ഭഗവാനിൽ ഭക്തി പൂർണ്ണമായി ഉറച്ച ഒരാൾക്ക് നല്ലതോ ചീത്തയോ അശുഭങ്ങളെയോ എന്ത് തരത്തിലുള്ള ദ്വന്ദ്ങ്ങൾ ആണെങ്കിലും അദ്ദേഹത്തിന് അതിൽ ഇപ്പം നല്ല സന്തോഷകരമായ ഒരു സംഭവം നടന്നു പറഞ്ഞാൽ അമിതമായിട്ട് ആഹ്ലാദിക്കാറില്ല. ഇനി അഥവാ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉള്ള സംഭവങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയോ വേദനിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുകയോ ഒന്നും ചെയ്യാൻ ഭക്തന് പറ്റില്ല. ഭക്തന് അറിയാം, എല്ലാം ഭഗവാൻ അറിയാതെ ഈ ഭൂമിയിൽ എന്നല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ ഉള്ളതാരാണ്? ഭഗവാനാണ്. ആ ഭഗവാൻ തീരുമാനിക്കുന്നത് പോലെയേ എന്തും സംഭവിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആ ചിന്തയുള്ള ഭക്തന് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ശുഭങ്ങളായ കാര്യങ്ങളായിക്കോട്ടെ അശുഭങ്ങളായ കാര്യങ്ങളായിക്കോട്ടെ, ഏത് വിധത്തിലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ഭക്തനെ ബാധിക്കില്ല. ആ ഭക്തന്, അങ്ങനെയുള്ള ആളിനെ സ്ഥിതപ്രജ്ഞൻ എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. ഭൗതിക ലോകം എന്നത് ദ്വന്ദ്ങ്ങൾ നിറഞ്ഞു. ദ്വന്ദ്ങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? കുഴിക്ക് കയറ്റം, ഇരുട്ടിന് പകല്, പിന്നെ എന്താ പറയുക രാത്രിക്ക് പകല്, പിന്നെ കറുപ്പിന് വെളുപ്പ്, ഇങ്ങനെ എല്ലാം രണ്ടാണ്. ഗുണമുണ്ടെങ്കിൽ ദോഷം, പിന്നെന്താണ് കയറ്റമുണ്ടെങ്കിൽ ഇറക്കം, നല്ലതുണ്ടെങ്കിൽ ചീത്ത, ഇങ്ങനെ എല്ലാ ദ്വന്ദ്ങ്ങളാൽ നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭൗതിക ലോകത്ത് ഇവിടുത്തെ അങ്ങനെയുള്ള ഈ ഭൗതിക ലോകത്ത് നന്മ തിന്മകൾ, സുഖദുഃഖങ്ങൾ, വിജയ പരാജയങ്ങൾ, പിന്നെന്താണ് നല്ലത് ചീത്ത അനുഭവങ്ങൾ, ബഹുമാനം അപമാനം, ഇങ്ങനെയുള്ള നിന്ദാസ്തുതികൾ, ഇവയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ എല്ലാവരിൽ നിന്നും നല്ലത് മാത്രം പ്രതീക്ഷിക്കാനേ പാടില്ല. നമുക്ക് നമ്മളെ പറ്റി നല്ലത് പറയുന്ന ആൾക്കാർ തന്നെ നമ്മൾ പോലും അറിയാത്ത എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ടും പറഞ്ഞെന്ന് വരാം. അപ്പൊ അവർക്ക് പിന്നെ ആയിരിക്കും അതങ്ങനെ അതിന്റെ യഥാർത്ഥം മനസ്സിലാകുമ്പോഴായിരിക്കും, അയ്യോ സോറി കേട്ടോ, ഞാൻ അങ്ങനെയല്ല ഞാൻ അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നതെന്നൊക്കെ ചിലപ്പോൾ അവർ തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ പക്ഷേ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് തന്നെ വന്നാലും ആ ഭക്തന് ഒരു കുലുക്കവും ഉണ്ടാകരുത്. സ്ഥിതപ്രജ്ഞനായിരിക്കണം. സ്ഥിതപ്രജ്ഞന് ഈ പറയുന്ന സുഖദുഃഖങ്ങളിലോ നന്മ തിന്മകളിലോ ബഹുമാന അപമാനങ്ങളിലോ നിന്ദാസ്തുതികളിലോ വിജയപരാജയങ്ങളിലോ ഒന്നിലും അവർക്ക് അവരെ കയ്യിൽ തന്നെ ഉണ്ടാവും. അവർക്ക് അത് ഒന്നിലും ഒരു കുലുക്കം ഉണ്ടാകാനേ പോകുന്നില്ല. അപ്പോൾ അവർക്ക് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മാത്രം താല്പര്യമുള്ളവരായിരിക്കും ആര്? ഈ ഭക്തൻ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ. അവർക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിലായിരിക്കും കൂടുതൽ താല്പര്യം. തന്നിൽ തന്നെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ഭഗവാന്റെ എന്താ പറയുക ഏറ്റവും ഈ ഭൗതികവും ഈ ആധ്യാത്മികവുമായ ലോകങ്ങളുടെ എല്ലാം സൃഷ്ടാവായ പരമദിവ്യത്വം അഭിനിഷ്ഠനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാർട്ട് ആൻഡ് പാർട്സാണ്, അംശമാണ്. അപ്പോ എൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്താണ്? ഭഗവാനെ സേവിക്കലാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കലാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ സുഖദുഃഖങ്ങളോ നിന്ദാസ്തുതികളോ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന്
ആ സ്ഥിതപ്രജ്ഞൻ കരുതും. അപ്പോൾ ഈ അവസ്ഥ സമാധി എന്നറിയപ്പെടുന്ന തികഞ്ഞ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ജീവനെ കൊണ്ടെത്തിക്കുന്നു. ഇങ്ങനെ സ്ഥിരമായ സ്റ്റഡിയായ ഒന്നിലും കുലുങ്ങാത്ത അല്ലെങ്കിൽ ഏത് ഏത് സാഹചര്യത്തിലും മനസ്സ് പതറാത്ത ഒരു ഒരു സ്ഥിതപ്രജ്ഞനെ എന്താണ് അവന് സമാധി എന്നറിയപ്പെടുന്ന തികഞ്ഞ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ഈ ആളുടെ ജീവനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. സമാധി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുള്ളത് സമാധി എന്ന് പറഞ്ഞാൽ മരണത്തിൽ എന്താ പറയുക മരണപ്പെടുന്ന ഒരവസ്ഥ. മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിച്ചോ അല്ലാതെയോ പ്രത്യേകിച്ച് യോഗാസനത്തിൽ ഇരുന്നോ ഇരിക്കാതെയോ ഒക്കെ ചില യോഗിമാര് സന്യാസിമാരൊക്കെ അവര് ഈശ്വരനെ ഈശ്വരൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു അവസ്ഥ മരണപ്പെടൽ അതിനെ സമാധി എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല സമാധി. സമാധി എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നതും സമാധിയുടെ മറ്റൊരു ഭാവമാണ്. അപ്പോ ജീവൻ മുക്ത എന്ന് പറയും. അതിന് ജീവനോട് ഇരിക്കെ തന്നെ മുക്തനായവൻ എന്നാണ് അങ്ങനത്തെ സമാധിയെ പറയുന്നത്. ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ സമാധി എന്നാണ് അങ്ങനെയുള്ളവരെ അറിയപ്പെടുന്നത്. അപ്പോൾ ലൗകികരായിട്ടുള്ള ഒരാൾ തൻ്റെതായ ഒന്നിനെ മാത്രം അല്ലെങ്കിൽ തനിക്ക് സന്തോഷം തരുന്നതിനെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. പൊതുവിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾ പൊതുവിലായിട്ടുള്ള ആൾക്കാരെല്ലാവരും തങ്ങൾക്ക് സുഖം പകരുന്ന അല്ലെങ്കിൽ തങ്ങളെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള ഒന്നിനെ അതിനെ സ്നേഹിക്കാനാണ് താല്പര്യം കൂടുതലുള്ളത്. അപ്പൊ തനിക്ക് അസുഖകരമായിട്ടുള്ള യാതൊന്നിനെയും അവർ സ്നേഹിക്കില്ല, സ്വീകരിക്കില്ല. മറ്റൊരാളുടെ ദുഃഖം കണ്ടാൽ അവന്റെ മനസ്സ് വേദനിക്കാറേയില്ല. എല്ലാം സ്വാർത്ഥപരമായ ചിന്തകളിൽ തൻ്റേത് എൻ്റേത് എന്നുള്ള ചിന്ത, എനിക്ക് എൻ്റേത് എന്നുള്ള ചിന്ത. അപ്പോ ശരിക്കും ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും? സർവ്വ ദുഃഖിയാണ്. മറ്റുള്ള ജീവാത്മാക്കൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ ആ ദുഃഖം തൻ്റെ ദുഃഖം കൂടിയായി കണ്ടുകൊണ്ട് അവർക്ക് എന്ത് പരിഹാരം കൊടുക്കണം, അവർക്ക് ഈ പറയുന്ന തന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ, ഒപ്പം അവർക്ക് ഈ ജനന മരണ ചക്രത്തിൽ വന്ന് പെടാനുണ്ടായ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള കർമ്മങ്ങൾ, അത് ആ കർമ്മങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്ന് പിറക്കുന്നത്. അപ്പൊ ഈ കർമ്മങ്ങളെയൊക്കെ എങ്ങനെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്ത് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാം എന്ന പൂർണ്ണമായ അറിവ് ഈ ഭക്തൻ, ഈ സ്ഥിതപ്രജ്ഞൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അതാണ് ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാൾക്ക് വിശക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കാൻ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾക്ക് എത്ര ദിവസം കൊടുക്കാൻ പറ്റും? മറിച്ച് അയാൾ ഇങ്ങനെ ഒരു കഷ്ടപ്പെടുന്ന ഒരാത്മാവായിട്ട് ജനിക്കേണ്ടി വന്നതിന്റെ കാരണം അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഒപ്പം ഭൗതികമായിട്ട് അയാൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അയാളെ തിന്മകളിൽ നിന്നും അല്ലെങ്കിൽ ഈശ്വരാവബോധത്തിലേക്ക്, കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കുന്നതോടുകൂടി അയാൾക്ക് ജപം തുടങ്ങുന്നു, അയാൾ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സത്സംഗത്തിലൂടെ ബോധമണ്ഡലത്തിലേക്ക് ഭഗവാനെ കൊണ്ടെത്തിക്കാനും അങ്ങനെ മരണസമയത്ത് ഭഗവാനെ ചിന്തിച്ചു കൊണ്ട് മരിക്കുമ്പോൾ സ്വാഭാവികമായി അയാൾക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും പറ്റും. അപ്പൊ ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് ഈ പറയുന്ന അന്നദാനം അല്ലെങ്കിൽ രക്തദാനം എന്നൊക്കെ പറയുന്ന ആ ദാനങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ജ്ഞാനദാനം. ഈ പറയുന്ന ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സ് ആണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അംശമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഏർപ്പെടണം, ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാന്റെ പ്രസാദം കഴിക്കണം, ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് സത്സംഗം ചെയ്യണം, ഭഗവാൻ ലീലകളാടിയ ധാമങ്ങൾ സന്ദർശിക്കണം, ഭഗവാനെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ, പുരാണങ്ങളൊക്കെ വായിക്കണം. ഇങ്ങനെ ബോധമണ്ഡലത്തിലേക്ക് ഭഗവാനെ കൊണ്ടെത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥ ഈ പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സേവനം. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനെയാണ് എനിക്ക് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് പറയും. കാരണം അത്ര ബാക്കി നമ്മൾ എന്ത് കൊടുത്താലും ഈ ഭൗതിക ജീവിതത്തോടു കൂടി തീർന്നു, പിന്നെ ഒന്നേന്നും തുടങ്ങുകയാണ്. മറ്റത് അങ്ങനെയല്ല. ശരിക്കും യഥാർത്ഥ ജ്ഞാനം കൂടി അതിനോടൊപ്പം പകർന്നു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ കർമ്മങ്ങൾ ഒക്കെ കുറേ നമുക്ക് നിയന്ത്രിച്ച് പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ കുറേ മാറി
പുണ്യകർമ്മങ്ങളിൽ നിന്നും മാറി ഈ കൃഷ്ണാബോധ കർമ്മങ്ങളിലേക്ക് പോകാനും, അങ്ങനെ കർമ്മങ്ങളൊക്കെ നാമം ജപിക്കുന്നത് കൊണ്ട് തന്നെ കർമ്മങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞ് ക്രമേണ പരിശുദ്ധനാവുകയും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുകയും ചെയ്യുന്ന ഒരു അവസരം ഒരുക്കി കൊടുക്കലാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ജനന മരണ ദുഃഖ ദുരിതമായ ഈ ഭൗതിക ലോകത്ത് നിന്ന് എത്രയും വേഗം തിരിച്ചു പോകാൻ വേണ്ട ആധ്യാത്മികമായ അറിവ് പകർന്നു കൊടുക്കലാണ് ഒരു ജീവാത്മാവിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം. ബാക്കിയുള്ള കർമ്മം ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന അന്നദ ഭഗവാന്റെ നമുക്ക് സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ പാവങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ഭഗവാന് നിവേദിച്ച പ്രസാദം അന്നദാനമായിട്ട് കൊടുക്കാം. അതുപോലെ സാമ്പത്തികം സഹായം ചെയ്യാം, വസ്ത്രദാനം ചെയ്യാം, രക്തദാനം ചെയ്യാം, ഇതൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒപ്പം നമ്മൾ അവരെ ബോധവൽക്കരിക്കുക കൂടി ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അയാൾക്ക് നമ്മളാൽ കുറെ കാര്യങ്ങൾ കിട്ടുമെങ്കിലും അടുത്ത ജന്മത്തിൽ 1 ABCD എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും. അപ്പോ ലൗകികനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ലൗകികൻ സ്വന്തമായ സ്വാർത്ഥമായ ചിന്തയിൽ നിൽക്കുകയായിരിക്കും. അയാൾ ഒരിക്കലും മറ്റുള്ളവരുടെ ദുഃഖങ്ങളെയോ ദുരിതങ്ങളെയോ വേദനകളെയോ ഒന്നും ശ്രദ്ധിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അവൻ എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ചിന്തയായിരിക്കും. മറിച്ച് ഭക്തൻ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവാത്മാക്കളും, അത് മനുഷ്യരെ മാത്രമല്ല, ഇവൻ മൃഗങ്ങളോട് പോലും, പശുക്കളോടും പട്ടികളോടും പൂച്ചകളോടും എല്ലാ ജീവജാലങ്ങളോടും ഒരു ഉറുമ്പിനെ പോലും കൊല്ലാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ടാവില്ല. അവരത്ര പരിശുദ്ധ ഹൃദയരായുള്ളവരായിരിക്കും. അതാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും സ്ഥിതപ്രജ്ഞനായ ഭക്തർ എല്ലാവരും ഈശ്വരൻ്റെ ശാശ്വത അംശങ്ങളായിട്ട് ഈ സൃഷ്ടികളെയൊക്കെ കാണും. മറ്റുള്ള ജീവജാലം, ഞാൻ പറഞ്ഞ പശു, പട്ടി, മൃഗം, പിന്നെ എല്ലാം മരങ്ങൾ, ഇതിനെല്ലാത്തിനെയും ഭഗവാന്റെ ശാശ്വത അംശങ്ങളായിട്ട് കാണാനുള്ള ഒരു അവസ്ഥ അവർക്ക് കിട്ടും. മറ്റുള്ളവർക്ക് അത് കിട്ടില്ല. അവരുടെ മുമ്പിൽ ഒരു കോഴിയെ കാണുമ്പം ചിക്കൻ ഫ്രൈ ആയിട്ടോ ചിക്കൻ കറി ആയിട്ടൊക്കെ തോന്നുമ്പോൾ, ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഒരു നല്ലൊരു സൃഷ്ടിയായിട്ട് തോന്നും. മറ്റുള്ളവരെ ലൗകികരെ ലൗകികരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പശുവിനെ കാണുമ്പോൾ ബീഫായിട്ട് തോന്നും. പക്ഷേ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൃഗമായിട്ട്, ഭഗവാനെ ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു മൃഗമായിട്ട് കാണുകയും ആ രീതിയിൽ ആ പശുവിനെ തലോടുകയും കഴുകുകയൊക്കെ ചെയ്യും. അതാണ് ഭക്തരും അഭക്തരുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ സ്ഥിതപ്രജ്ഞരായിട്ടുള്ള ഭക്തർ എല്ലാവരും ഈ പറയുന്ന ഭഗവാന്റെ തന്നെ സകല സൃഷ്ടിക ജാലങ്ങളെയും ഭഗവാന്റെ ശാശ്വതാംശങ്ങളായിട്ട് കാണും. അമൈമൈശവും ജീവലോകെ ജീവഭൂത സനാതന, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. എൻ്റെ അംശമാണ് എല്ലാ ജീവഭൂതങ്ങളും, ഈ കാണുന്ന എല്ലാ സകല ചരാചരങ്ങളും എൻ്റെ അംശമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ പറയുന്ന അതേ കാര്യം ഭക്തനും മനസ്സിലാക്കി വെക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വേദനയും തൻ്റെ വേദനയായിട്ട് കണ്ട് അവരെ സഹായിക്കാനും, അവരെ ഈ ദുരിതങ്ങളിൽ ഈ ഭൗതിക ലോകമായ ശാശ്വതമായ ദുഃഖാലയമായ ഈ ഭൗതിക ലോകത്ത് നിന്ന് തിരിച്ച് ശാശ്വതവും അനന്താമ്പതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമത സ്വാദനം എന്ന് പറയുന്ന ആ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടെത്തിക്കലായിരിക്കും ഭക്തന്റെ ലക്ഷ്യം. അപ്പൊ സുഖത്തിൽ മനസ്സിന്റെ താളം തെറ്റാതെ നല്ലതിലും ചീത്തതിലും ഒരേ മാനസികാവസ്ഥയിൽ തുടരുന്നവന് എല്ലാം ഈശ്വരനാണ്. അവർക്ക് വേറെ ഒന്നുമില്ല. എല്ലാ ജീവജാലങ്ങളെയും ഈശ്വരന്റെ അംശമായിട്ടാണ് കാണുന്നത്. ഈശ്വരൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം ഈശ്വരനിൽ തന്നെയാണ് ചെന്ന് ചേരുന്നതും. എല്ലാം മൊത്തം ഈശ്വരമയമായിട്ടാണ് സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ഭക്തൻ കാണുന്നത്. അവർക്ക് ഒന്നിനോടും ഒരു തരത്തിലുള്ള വേർതിരിവും ഇല്ല. അവർക്ക് ശുഭമില്ല, അശുഭമില്ല. എന്നാൽ ചില ഈശ്വര നിയോഗങ്ങൾ, എന്തുകൊണ്ട് നിയോഗങ്ങൾ വരുന്നു? അത് ഈ പറയുന്ന അവരവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവര് ഈ പറയുന്ന എന്താ പറയാ, ഓരോ തരത്തിൽ ജനിക്കേണ്ടി വരുന്നു, ജീവിക്കേണ്ടി. അപ്പൊ അത് അവരവരുടെ തന്നെ കർമ്മങ്ങളാണ്. നമ്മൾ അറിയാമല്ലോ, കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്നിട്ട് എത്രയോ കാലങ്ങളായി. അപ്പോൾ ഈ കാലങ്ങളിലൂടെ ധാരാളം ജന്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കർമ്മങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ ആ കർമ്മങ്ങളെല്ലാം പുണ്യപാപങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചിത കർമ്മമായിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൽ നിന്നും എന്താ പറയുക, പുണ്യം കൂടുതലാണെങ്കിൽ കൂടുതൽ പുണ്യവും
പാവം പാവം കുറവാണെങ്കിൽ കുറച്ച് പാവം കൂടെ ചേർത്തായിരിക്കും. ഇപ്പം കുറച്ച് പാവമുള്ള ആൾക്ക് 25% പാവം, എന്താ പറയാ, 75% പുണ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ പണക്കാരുടെ കുടുംബത്തില് വളരെ സന്തോഷത്തോടുകൂടി വളരെ കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉള്ള ആളായിട്ട് ജനിക്കും. ഇനി തിരിച്ചാണെങ്കിലോ, 75% പാപവും 25% പുണ്യവും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ ദുരിതപൂർണമായ ഒരു കുടുംബത്തിൽ, ഈ പറയുന്ന വളരെ ദാരിദ്ര്യത്തിൽ, അല്ലെങ്കിൽ രോഗികളുടെ, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, കഷ്ടപ്പെടുന്നവരുടെ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒക്കെ തലത്തിൽ വന്ന് ജനിച്ച് കഷ്ടപ്പെടും. അപ്പോ അതാണ് ഇവിടെ എന്താ പറയാ, ഈ പറയുന്ന നിയോഗങ്ങൾ. അത് നമ്മളായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യകർമ്മ ഫലങ്ങളാണ്. അത് അനുഭവിച്ച് തന്നെ തീരണം. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഈ പറഞ്ഞ സഞ്ചിത ഭാവമായിട്ട് കിടപ്പുണ്ടാവും, പുണ്യവും പാവമായിട്ട്. അതിൻ്റെ ഒരു പങ്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതനുസരിച്ചാണ് ഓരോരുത്തർക്കും സുഖവും ദുഃഖവും കിട്ടുന്നത്. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം പ്രസവിച്ച കുട്ടികളുണ്ടാവും. പക്ഷെ എല്ലാവരും ഒരേപോലെ പണക്കാരനാവുന്നില്ല, ഒരേപോലെ പണ്ഡിതനാകുന്നില്ല, ഒരേപോലെ എന്താ പറഞ്ഞാൽ വലിയ കുടുംബത്തിൽ ജനിക്കുന്നില്ല, ഒരേപോലെ എന്താ പറയാ സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. പലരും പല പല തലത്തിലായിരിക്കും ജനിക്കുന്നത്. ഒരേ നക്ഷത്രത്തിൽ തന്നെ ആയിരിക്കും ജനിക്കുന്നത്. എന്നാൽ പോലും അവർക്ക് വ്യത്യസ്തങ്ങളായ സുഖ സൗകര്യങ്ങളും വ്യത്യസ്തങ്ങളായ ജീവിതവും ഒക്കെ ആയിരിക്കും ലഭിക്കുന്നത്. കാരണം അവരുടെ തന്നെ സ്വന്തം കർമ്മങ്ങളാണ്. നമ്മളുടെ അച്ഛൻ ഒരു മദ്യപാനി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അച്ഛന് പിറക്കാനുള്ള യോഗ്യതയെ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒരു അച്ഛന് വന്ന് പിറന്നത്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് വളരെയധികം വേദന തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും നമ്മൾ തന്നെയാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ആരെയൊക്കെയോ ചതിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ മക്കളായിട്ട് വന്ന് പിറക്കും. അപ്പം നമുക്ക് മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു കൊല്ലാനൊന്നും പറ്റൂല. മറ്റവനെ എന്ത് വേണം ചെയ്യാം, അവനെയൊക്കെ മാക്സിമം പറ്റിച്ചിട്ടാണ് നമ്മൾ പോയത്. അതുകൊണ്ട് നമ്മൾ അടുത്ത ജന്മത്തിൽ ഈ പറയുന്ന നമ്മുടെ തന്നെ മക്കളായിട്ട് അവർ തന്നെ വന്ന് ജനിച്ച് നമ്മൾ എത്രത്തോളം അവരെ വെട്ടിച്ചൊക്കെ ഉണ്ടാക്കിയോ അതെല്ലാം അവർ തന്നെ നശിപ്പിച്ചിട്ട് പോകും. അത് മക്കളായിട്ട് വരാം, അല്ലെങ്കിൽ ചെറുമക്കളായിട്ട് വരാം, മരുമക്കളായിട്ട് വരാം, ഏത് രീതിയിൽ വേണോ വരാം. അപ്പൊ ഇതിൻ്റെയൊക്കെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. അപ്പൊ ആ കർമ്മങ്ങൾ എന്താണ്, ഈ പറഞ്ഞ പോലെ ചില ഈ നിയോഗങ്ങളായിട്ട് മാറും. അപ്പോൾ അതിന് മാത്രമല്ല, ഇവിടെ തന്നെ വീണ്ടും കർമ്മഫലങ്ങൾ, വീണ്ടും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ഫലങ്ങൾ അടുത്ത ജന്മത്തേക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഏത് പരിസ്ഥിതിയെയും കൈനീട്ടി സ്വീകരിക്കുന്നവരാണ് സ്ഥിതപ്രജ്ഞൻ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥിതപ്രജ്ഞന് അങ്ങനെ ഒരു ദ്വന്ദ്വത്തിനോടും താല്പര്യം ഉണ്ടാവില്ല. എന്ത് വന്നാലും എല്ലാം ഭഗവത് നിശ്ചയമായിട്ട് കരുതി അതിനെ അങ്ങനെ സ്വീകരിക്കുന്ന ആളായിരിക്കും സ്ഥിതപ്രജ്ഞൻ, അല്ലെങ്കിൽ ഭക്തൻ. ഭക്തൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്ന ആളാണ് ഭക്തൻ. അത് വളരെ ആ അവസ്ഥയ്ക്ക് എത്താൻ വളരെ പാടാണ്. എത്രത്തോളം ആൾക്കാർക്ക് എത്രത്തോളം അങ്ങനെ എത്താൻ പറ്റിയെന്ന് അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തിലകിട്ടത് കൊണ്ടോ, കണ്ടിമാല ധരിച്ചത് കൊണ്ടോ, പിന്നെ ധോത്തി ധരിച്ചത് കൊണ്ടോ ഒന്നും താൻ വലിയ പരിശുദ്ധ ഭക്തനായി എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെയാണ് അതിൻ്റെ ആഴം അളക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഭഗവത്ഗീതയിലെ 52-ാം അധ്യായത്തിൽ 58-ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. അപ്പൊ അതിങ്ങനെയാണ്: യഥാ സംഹരതേ ചായം കൂർമോംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യേ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിതഃ. യഥാ സംഹരതേ ചായം കൂർമോംഗാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യः തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിതഃ. യഥാ സംഹരതേ ചായം കൂർമോംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യः തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. വിവർത്തനം ശ്രീല പ്രഭുപാദിക്കിച്ച്: ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ഭാവാർത്ഥം: ഇച്ഛാനുസരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവാണ് യോഗിയുടെയും ഭക്തന്റെയും ആത്മജ്ഞാനിയുടെയും ലക്ഷണം. എന്നാൽ
ഭൂരിപക്ഷം ആളുകളും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവരും അവയുടെ ഹിതപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. യോഗി എങ്ങനെ ഇരിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഇന്ദ്രിയങ്ങളെ വിഷപ്പാമ്പുകളോട് ഉപമിക്കാറുണ്ട്. നിയന്ത്രണത്തിന് വഴങ്ങാതെ പെരുമാറാനാണ് അവയ്ക്ക് ഇഷ്ടം. യോഗിയാവട്ടെ ഭക്തനാവട്ടെ പാമ്പാട്ടിയെ പോലെ ഈ സർപ്പങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടണം. അയാൾ ഒരിക്കലും അവയെ തന്നിഷ്ടപ്രകാരം പെരുമാറാൻ വിടാറില്ല. ധർമ്മശാസ്ത്രങ്ങളിൽ വിധിനിഷേധാത്മകങ്ങളായ പല നിബന്ധനകളും കാണാം. സുഖാനുഭവങ്ങൾ ചുരുക്കി ആ വിധിനിഷേധങ്ങളെ അനുസരിക്കാൻ കഴിയാത്തവർക്ക് കൃഷ്ണാബോധത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല. ആമ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അതിനെപ്പോൾ വേണമെങ്കിലും അവയവങ്ങളെ ഉൾവലിക്കാം, വെളിപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ കൃഷ്ണാവബോധമുള്ളവർ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു. മറ്റു സന്ദർഭങ്ങളിൽ ഉൾവലിക്കും. സ്വന്തം തൃപ്തിക്കായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം അവയെ ഭഗവത് സേവനത്തിനായി അർപ്പിക്കുക എന്നതാണ് അർജുനന് ലഭിക്കുന്ന ഉപദേശം. ഇന്ദ്രിയങ്ങളെ സദാ കൃഷ്ണ സേവനത്തിൽ വ്യാപ്തമാക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അവയെ ഉള്ളിലൊതുക്കാൻ കഴിയുന്ന ആമയുടേത്. അപ്പോ ഇവിടെ എന്താ പറയണ, തൻ്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. സ്ഥിതപ്രജ്ഞന്റെ മറ്റൊരു ലക്ഷണം. കുറെ ശ്ലോകങ്ങളിൽ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ എന്താ പറയാ, അതിൽ മറ്റൊരു ലക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോ ആമ തൻ്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പോ ഇച്ഛാനുസരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യോഗി, അല്ലെങ്കിൽ ഭക്തൻ. അതുകൊണ്ടാ നേരത്തെ അങ്ങനെ 2 ദിവസം. ഇവിടെ പറയുന്നത് എന്താണ്? ഇച്ഛാനുസരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യോഗി, ഭക്തൻ, അല്ലെങ്കിൽ ആത്മൻ. ഇച്ഛാനുസരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഇച്ഛയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ യോഗിയാവാൻ, അല്ലെങ്കിൽ ഭക്തനാകാൻ, അല്ലെങ്കിൽ ആത്മജ്ഞാനിയാവാൻ കഴിയത്തുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു നല്ല പാട്ട് കേൾക്കും. നമുക്ക് പാട്ടിനോട് ഇഷ്ടമുള്ളവർക്കെല്ലാം അപ്പുറത്തൊരു വീട്ടിലൊരു പാട്ട്, ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഒരു പാട്ട് പാടും. അപ്പോൾ നമ്മൾ ആ പാട്ട് അദ്ദേഹം ഇങ്ങനെ പാടുന്നതായിട്ടും കേട്ടിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പലരും ഉടൻ ജനലിൻ്റെ അവിടെ നിന്ന് കട്ടനൊക്കെ മാറ്റി നോക്കിയിട്ട് ആ പാട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. കൊള്ളാമല്ല, പുള്ളി പാടുന്നുണ്ട്, നല്ല പാട്ടുകാരനായിരുന്നല്ലോ, പുള്ളി ഇനിയും പാടിയാൽ കൊള്ളായിരുന്നു, കേൾക്കായിരുന്നു, നല്ല രസമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അത് എന്താണ്? നമ്മളെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ടുപോവാണ് അതിലേക്ക്. അല്ല, നമ്മളല്ല ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകും. ഇന്ദ്രിയങ്ങൾ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയം നമ്മളെ ശബ്ദം എന്ന വിഷയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അതുപോലെ നമ്മുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഒരു പുതിയ ഒരാളെ കണ്ടു. അപ്പോൾ ഇന്നലെ വരെ കണ്ടില്ല, ഇത് ആര്? അപ്പം നമുക്കത് കാണാനുള്ള ആകാംക്ഷ. അപ്പം എന്താണ്? നമ്മളെ കണ്ണുകൾ നമ്മളെ വിഷയത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ളവർ ഒരിക്കലും ആരാകില്ല? അവരാരും ഈ പറഞ്ഞതുപോലെ ഭക്തനോ യോഗിയോ ആത്മജ്ഞാനി. ഇത് ഈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടതും പാട്ട് കേട്ടതും കൊണ്ട് യോഗിയാകില്ലെന്നല്ല. ഇങ്ങനെ ഇന്ദ്രിയങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്ഥിതപ്രജ്ഞനോ അല്ലെങ്കിൽ ഭക്തനോ അല്ലെങ്കിൽ യോഗിയോ അല്ലെങ്കിൽ ആത്മജ്ഞാനിയോ ആകില്ല എന്നാണ് പ്രഭുപാദ ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ വിഷപ്പാമ്പുകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. വിഷപ്പാമ്പുകളുടെ പ്രത്യേകത അറിയാമല്ലോ, ഒരിക്കലും വഴങ്ങത്തില്ല. ഇപ്പം നമുക്ക് എന്താ പറയുക, പട്ടി, പൂച്ച, കോഴി, പ്രാവ്, മുയൽ, ഇങ്ങനെ പല ജീവികളെയും കുരങ്ങ്, ഇങ്ങനെ പല ജീവികളെയും മനുഷ്യൻ അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവയെ വളർത്തി നമുക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മളെ കൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിയും. അവരെയൊക്കെ, ഈ ജീവികളെയൊക്കെ, പശുക്കൾ, ആടുകൾ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും. പക്ഷേ പാമ്പുകൾ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അതെന്താണ്? അതിൻ്റെതായ ഒരു ശൗര്യവും അതിൻ്റെതായ ഒരു ജീവിത രീതിയും
അതിൻ്റെതായ ചിന്തകളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അത് നിൽക്കുള്ളൂ. നമ്മൾ വേണമെങ്കിൽ അതിനനുസരിച്ച് നിന്നോണം. അല്ലാതെ അതൊരിക്കലും നമ്മൾ പറയുന്നത് അനുസരിച്ച് നിൽക്കത്തില്ല. അപ്പോ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ഒരു പാമ്പാട്ടിയെ പോലെ, അത് വളരെ നല്ല ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു പാമ്പാട്ടിയെ പോലെ ഭക്തൻ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടണം. പാമ്പാട്ടി എങ്ങനെയാണ്? പാമ്പ് ഇങ്ങനെ ചീറ്റും. അപ്പം പക്ഷെ പാമ്പാട്ടി ഇങ്ങനെ ശരിക്കും എല്ലാവരും പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് ആടുന്നതല്ല. ഇദ്ദേഹത്തിന്റെ ആക്ഷൻ അനുസരിച്ചാണ് പാമ്പ് ആടുന്നത്. അല്ലാതെ പാമ്പിന് ചെവിയൊന്നുമില്ല. പാമ്പ് ചലനങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളും തൻ്റെ ശരീരത്തിന്റെ ആ ഒരു പ്രത്യേക ഇതനുസരിച്ച് ആ ഭൂമിയിലെ ഇതും ചലനങ്ങളും പിന്നെ ഓരോരുത്തരുടെ ആംഗ്യങ്ങളിലൂടെയാണ് പാമ്പ് ഓരോ കാര്യങ്ങളും കാരണം അല്ല ചെവിയൊന്നുമില്ല പാമ്പ്. ഈ എല്ലാവരും ധരിക്കണം ഇയാൾ പാട്ട് പാടുന്നത് കേട്ടുകൊണ്ട് പാമ്പ് പാടുന്നു. അങ്ങനെയല്ല. അപ്പം പക്ഷെ അദ്ദേഹത്തിന് അറിയാം അതെങ്ങനെയാണ് ഈ പാമ്പിനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയാം. വളരെ വലിയ മൂർഖനെയൊക്കെ ഇദ്ദേഹം ഡാൻസ് ചെയ്യിപ്പിക്കും. അപ്പൊ അതുപോലെ ഒരു പാമ്പാട്ടിയുടെ കൈ അടക്കം പോലെ നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അത് നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മളിൽ തന്നെ അടക്കി നിർത്തണം. തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ഇന്ദ്രിയങ്ങളെ അനുവദിക്കാനേ പാടില്ല. അപ്പൊ സുഖാനുഭവങ്ങൾ ചുരുക്കി ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ അനുവദിക്കണം. സുഖാനുഭവങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ക്രമേണ മതി, കുറച്ച് ഇത്രയും മതിയല്ലോ, മതി, എന്നീ വേണ്ട എന്ന് തീരുമാനം എടുത്ത് അവയുടെ ആ ത്വര അതിനെ നമ്മൾ കുറയ്ക്കണം. ഇപ്പം നമുക്ക് ഉദാഹരണം ഐസ്ക്രീം കഴിക്കുന്ന ഇഷ്ടമില്ലാത്ത ആരുമില്ല. പക്ഷെ നമ്മൾ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കൊച്ച് ഒരു ബോട്ടിൽ ഐസ്ക്രീം കഴിക്കുക, എന്നിട്ട് വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പൊ നമ്മൾ പറയണം മതി, ഇനി കഴിച്ചാൽ നിനക്ക് ഷുഗർ വരും, പിന്നെ വേറെ മരുന്ന് കഴിക്കണം, പിന്നെ കിഡ്നി അടിച്ചു പോകും, കരളടിച്ചു പോകും, അത് അവസാനം നേരത്തെ ചാവേണ്ടി വരും. അതുകൊണ്ട് മതി എന്ന് നമ്മുടെ നാക്കിനോട് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നാക്കടങ്ങും. ഒപ്പം അതുകൊണ്ട് മാത്രം നാക്കടങ്ങില്ല. നമുക്ക് ഈ പറയുന്ന ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈ ഇന്ദ്രിയങ്ങളെല്ലാം കൊണ്ടെത്തിച്ചാലേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണ വിധേയമായി തീരത്തുള്ളൂ. കാരണം ഏത് ജീവിയുടെയും ജീവിതം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ പഞ്ച ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഈ ഭൗതിക ലോകത്ത് എല്ലാ പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള കണ്ണുകൾ, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, അപ്പൊ ഇങ്ങനെയുള്ള ആ ഇന്ദ്രിയങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കലാണ് ഭൗതിക ലോകത്തുള്ള എല്ലാ ആത്മാക്കളുടെയും ലക്ഷ്യം. അവർക്കറിയില്ല ഭഗവാനെ മനസ്സിലാക്കി തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകലാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം അവർക്കറിയില്ല. ഇത് മനുഷ്യന്, മറ്റു മൃഗങ്ങളുടെ കാര്യം അതുമല്ല, അതിനേക്കാൾ ഗതികെട്ട അവസ്ഥ. അപ്പോൾ ഈ മനുഷ്യന് വിശിഷ്ട ബുദ്ധി കൊടുത്തിരിക്കുന്ന എന്തിനാണ്? ഞാൻ ആര്, ഭഗവാൻ ആര്, ഞാനും ഭഗവാൻ തമ്മിലുള്ള ബന്ധമെന്ത്, നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ജനനം, എന്താണ് മരണം, എന്താണ് കർമ്മം, എന്താണ് ധർമ്മം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും അങ്ങനെ പഠിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് ബോധമണ്ഡലത്തിൽ ഭഗവാനെ കൊണ്ടെത്തിച്ച് മരണസമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ തീർത്ഥം കഴിച്ചുകൊണ്ട്, ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് മരിക്കുന്ന ഒരാള് പിന്നെ തിരിച്ച് ഈ ഭൗതിക ലോകത്തേക്ക് വരേണ്ടി വരില്ല. ഇവരെല്ലാം ഭഗവാന്റെ ധാമത്തേക്ക് പോകേണ്ടവരാണ്. ഒരു കൊച്ചു കുഞ്ഞ് കരയുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് കിളികിളികിലാന്ന് പറഞ്ഞിട്ട് കളിപ്പാട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും, അല്ലേ? അപ്പൊ എന്ത് പറ്റും? ആ കൊച്ചിന്റെ ശ്രദ്ധ മാറി ഇതിലേക്ക് നോക്കും, എന്നിട്ട് ഓടി വരും. അപ്പൊ നമ്മൾ അതിനെ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഈ കണ്ണെന്ന് പറയുന്ന ആ കൊച്ചുകുട്ടിയുടെ കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയം നിറമുള്ള കളിപ്പാട്ടം എന്ന വിഷയം, ആ നിറമുള്ള കളിപ്പാട്ടം എന്ന വിഷയത്തിലേക്കും, കാത് എന്ന ഇന്ദ്രിയം ആ ചിൽച്ചിൽ എന്നുള്ള സൗണ്ട്, ആ ശബ്ദം എന്ന വിഷയത്തിലേക്കും കൊണ്ടുപോകുമ്പോഴേക്കും കൊച്ച് ആ കരച്ചിൽ നിർത്തി സന്തോഷവാനാകും. ഇങ്ങനെയാണ് നമ്മളെ ഇന്ദ്രിയങ്ങൾ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഈ ഗിമിക്കുകളിൽ പെട്ട് ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചിഴിച്ചുകൊണ്ട് പോകും. പിന്നെ കുറെ കാലം കഴിയുമ്പോഴാണ്, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയോ, ഇത് ഞാൻ പണ്ട് ജപിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ആളാണല്ലോ, ഇപ്പൊ ഇവിടെ വന്നെത്തിയ. അപ്പോൾ നമ്മൾ അറിയില്ല, നമ്മളെ പണ്ട് യക്ഷി എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ വലിച്ചിഴിച്ചുകൊണ്ട് പോകും, നമ്മൾ പോലും അറിയില്ല. ഇന്ദ്രിയങ്ങൾക്ക് ഭയങ്കര പവറാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും നല്ല ഒരു ഇന്ദ്രിയം വിചാരിച്ചാൽ പോലും നമ്മളെ തകർക്കാൻ കഴിയും. അതിന് എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മളെ നശിപ്പിക്കണമെന്നില്ല, ഒരു ഇന്ദ്രിയം വിചാരിച്ചാൽ.
ഏതെങ്കിലും ഒരു ഇന്ദ്രിയം വിചാരിച്ചാൽ മതി, നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇതിലൂടെ കുട്ടിക്ക് എന്തായാലും സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കളിപ്പാട്ടം കണ്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഏത് സമയത്തും ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ സദാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു സെക്കൻഡ് പോലും അതിന് ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ മനസ്സടക്കമുള്ള ഇന്ദ്രിയങ്ങൾ മാറി നിൽക്കുന്നില്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ കാഴ്ചകള്, കേൾവികള്, പിന്നെ എന്താണ് ആഹാരം കഴിക്കല്, അങ്ങനെ പല പല കർമ്മങ്ങൾ ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്നു. ചിലർക്ക് ചില ശാരീരിക സ്പർശന സുഖങ്ങൾ, ചിലർക്ക് ടി വിയിലെ കാഴ്ചകൾ, അതിൽ വരുന്ന എന്താ പറയുക കണ്ണിനും ചെവിക്കുമെല്ലാം സുഖം പകരുന്ന വർണ്ണ കാഴ്ചകൾ, ശബ്ദ കോലാഹലങ്ങൾ, ഇതെല്ലാം ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഈ പറയുന്ന ഭൗതികതയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ ഭഗവാനെ ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നേയില്ല. ചിലരെന്താണ് മൊബൈൽ ഫോണിലാണ് തൻ്റെ പല ഇന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കാഴ്ചയും കേൾവിയും എല്ലാം നടക്കും. ഏറ്റവും നശിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് മൊബൈൽ. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അതുപോലെ പ്രയോജനം ചെയ്യുന്ന വേറെ ഒരു സംഭവമില്ല. അതേസമയം ആ മൊബൈലിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ നശിച്ച് നാറാവേരത്. അത്ര മോശപ്പെട്ട സാധനമാണ് ഈ സാധനം. രണ്ടും അവന് നല്ല രീതിയിലും എടുക്കാം, നമുക്ക് മോശമായ രീതിയിലും എടുക്കാം. അപ്പോ നമ്മുടെ നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള ഇന്ദ്രിയ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇങ്ങനെ ത്വക്ക്, ഇതെല്ലാം പുറത്തുള്ളതാണ്, അകത്തുള്ളതല്ല. ഈ പുറത്തുള്ള ഇന്ദ്രിയങ്ങളെല്ലാം പുറമേയുള്ള വസ്തുക്കളുടെ പുറകെയാണ് പായുന്നത്. പുറമേയുള്ള എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഭൗതികമായ ലോകത്ത് ഉള്ള നമുക്ക് സന്തോഷം കിട്ടാൻ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ടുപോകും. എന്നാൽ അകമേയുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഭഗവാൻ. ഭഗവാൻ പരമാത്മാ രൂപേണ നമ്മുടെ എല്ലാവരുടെയും ഹൃദയഭാഗത്തുണ്ട്. ജീവാത്മാവായി നമ്മളും നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള പരമാത്മാവായ ഭഗവാനും ഓരോ ജീവികളുടെയും ഉള്ളിലുണ്ട്. ആ ഭഗവാനെ കാണാൻ ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ട് തയ്യാറാവുന്നില്ല. അത് ഭൗതികമായ കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. അപ്പോ ഇതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെ നാം ആ പരമസത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ വേറൊരു ഇന്ദ്രിയം ആ പരമസത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ തന്നിട്ടില്ല. ഈ ഇന്ദ്രിയങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവായ ഭഗവാനെ കണ്ടെത്താനും അങ്ങനെ ആ പരമാത്മാവിനെ കണ്ടെത്തി തിരിച്ച് ഭഗവാന്റെ ധാമത്തേക്ക് പോകാനും നമ്മൾ ഈ മനുഷ്യജന്മം പ്രയോജനപ്പെടുത്തണം. അല്ലാതെ വേറൊരു ഇന്ദ്രിയം കൊണ്ട് നമുക്ക് ഭഗവാനെ കണ്ടെത്താൻ പറ്റില്ല. കാരണം 5 ഇന്ദ്രിയങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സ്. അപ്പൊ അതിനെങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് വഴീകരിച്ച് വിടേണ്ടത്? അത് എന്താണ്? നമ്മൾ ഇപ്പൊ ഉദാഹരണം ആഹാരം കഴിക്കുമ്പോൾ അത് കൃഷ്ണപ്രസാദമാക്കണം. ഭഗവാനെ നിവേദിച്ചു കഴിഞ്ഞാൽ പ്രസാദമായി. ഒരു തുളസിയിലയിട്ട് വളരെ ശുദ്ധിയായിട്ട് ഭഗവാന് വേണ്ടി ഒരു പാത്രം മേടിക്കുക. ഭഗവാന് വേണ്ടി ഈ പറയുന്ന ഇറച്ചി, മീൻ, മുട്ട ഇതൊന്നും ഉപയോഗിക്കാത്ത പാത്രത്തിൽ ഭഗവാന് കുക്ക് ചെയ്യുക. അത് ഭഗവാനിന് ഒരു തുളസി ദളവും കൂടി ഇട്ട് ഭഗവാനെ നിവേദിക്കുക. ഒരു ഗ്ലാസ് വെള്ളവും വെച്ച് ഭഗവാൻ അത് സ്വീകരിക്കും. അത് പ്രസാദമായി. അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നാക്കിനെ നമുക്ക് നിയന്ത്രിക്കാം. ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഒക്കെ നാവിനെ തീർത്ത് നമുക്ക് കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ കേൾക്കുന്നതെല്ലാം ഈ പറയുന്ന ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ. ഇപ്പോൾ നമുക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭക്തന്മാരെ പാടിയിട്ടുള്ള ധാരാളം വ്യത്യസ്തങ്ങളായ ടൂണുകളിലുള്ള മഹാമന്ത്രങ്ങൾ പാട്ട് പോലെ കേൾക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യൂട്യൂബിലോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പോൾ കേൾക്കുന്ന പാട്ടുകൾ ഡാഡി മമ്മി വീട്ടിലില്ല എന്നുള്ള ആ പാട്ട് കേൾക്കുന്നതിന് പകരം ഹരേകൃഷ്ണ മഹാമന്ത്രം വ്യത്യസ്തങ്ങളായ ടൂണിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോധം ശുദ്ധമാകും. അപ്പൊ അതുപോലെ എന്താണ് സത്സംഗം, ഈ പറയുന്ന ഭൗതികരായിട്ടുള്ള ലൗകികരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സംഗമവും ക്രമേണ കുറച്ച് ഭക്തന്മാരുമായിട്ട് സംഘത്തിൽ ഏർപ്പെടുക. അവരിൽ നിന്നും ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തിയുടെ ഭഗവത് സേവനങ്ങളെക്കുറിച്ചും ഭഗവാന്റെ ധാമത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ
അടുത്തത് എന്താണ്? പുണ്യഗ്രന്ഥങ്ങൾ. നമ്മൾ മംഗളം, മനോരമ, മാതൃഭൂമിയൊക്കെ ആഴ്ചപ്പതിപ്പുകളൊക്കെ വായിക്കുന്ന അതിന് പകരം നമ്മൾ ഭഗവാന്റെ ലീലകൾ അല്ലെങ്കിൽ ഭഗവാന്റെ ജീവചരിത്രം അടങ്ങിയ ഭാഗവതവും ഭഗവാൻ പറഞ്ഞ ഭഗവത്ഗീതയൊക്കെ നിരന്തരം വായിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണ്, ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കുക. ഡെയിലി 16 മാല ജപിക്കാൻ ശ്രമിക്കുക. തുടക്കക്കാർക്ക് 2 മാല മുതൽ 2, 4, 8 ഇങ്ങനെ ക്രമേണ 16 മാല ജപിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഇന്ദ്രിയങ്ങളെ എന്താണ് അടക്കി കഴിഞ്ഞാൽ അകമയുള്ള നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അകത്തുള്ള പരമാത്മാവായ ഭഗവാനെ മനസ്സിലാക്കാനും അങ്ങനെ വിഷയങ്ങളുടെ പിടിയിൽ നിന്നും മോചനം നേടി ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി തീരാനും അങ്ങനെ ജനന മരണ ചക്രത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭഗവദ്ധാമം പോകാനും നമുക്ക് കഴിയും. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കൊന്നും ഇതിനില്ല. ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഭഗവാനെയും മനസ്സിലാക്കേണ്ടത്. അതിന് വേറെ പ്രത്യേക ഒരു ഇന്ദ്രിയം തന്നിട്ടില്ല. ഈ 5 ഇന്ദ്രിയങ്ങൾ നമ്മളെ ഭൗതികതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ പരിശുദ്ധമാക്കുമ്പോൾ അവയെല്ലാം നമുക്ക് വഴങ്ങി നമ്മുടെ ഭഗവാന്റെ ഭക്തിയുടെ ഭഗവത് സേവനത്തിലേക്ക് അവരും വരും, ക്രമേണ വരും. ആദ്യമൊക്കെ വലിയ പാടായിരിക്കും. നമുക്ക് കുറച്ച് ഇതിനെയാണ് തപസ്യ എന്ന് പറയുന്നത് തന്നെ. നമുക്ക് ഇറച്ചി കഴിക്കണമെന്നുണ്ടാവും. പക്ഷെ നമുക്ക് അറിയാം, ഇറച്ചി കഴിച്ചാൽ ഒരു ജീവിയെ കൊല്ലാതെ ഇറച്ചി കിട്ടില്ല. നിങ്ങൾക്ക് ഒരു ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് മാങ്ങ പറിക്കാം, മാവിനെ കൊല്ലണ്ട. ഒരു വെണ്ടയ്ക്ക പറിക്കണതിന് വെണ്ട ചെടിയെ കൊല്ലണ്ട. ഒരു പിന്നെ ടൊമാറ്റോ കറിക്കാൻ ടൊമാറ്റോ ചെടിയെ കൊല്ലണ്ട. മുളക് പറിക്കാൻ മുളക് ചെടിയെ കൊല്ലണ്ട. മറിച്ച് നിങ്ങൾക്ക് ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ പശു ഇറച്ചിയോ വാങ്ങണമെങ്കിൽ ഇതിനെയൊക്കെ കൊന്നിട്ടേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു കൊല അവിടെ നടക്കുകയാണ്. ആ കൊലയ്ക്ക് കാരണക്കാരായിട്ടുള്ള നമ്മൾ എന്താണ്, നമ്മൾ നരകത്തിൽ ആദ്യം നരകശിക്ഷ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊന്ന ജീവിയാൽ കൊല്ലപ്പെടാനായിട്ട് ഒരു ശരീരം സ്വീകരിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് വരെ പിതൃലോകത്ത് നമ്മൾ കഴിയേണ്ടി വരും. ചിലർക്ക് 10 വർഷം, ചിലർക്ക് 100 വർഷം, ചിലർക്ക് 1000 വർഷം ഒക്കെ കഴിയേണ്ടി വരും. കാരണം ഈ സാഹചര്യം ഒരുത്തു വരണം. നമ്മൾ കൊന്ന ജീവി വീണ്ടും മനുഷ്യനാവുകയും ആ ജീവിയായിട്ട് നമ്മൾ മാറുകയും ചെയ്യണം. അതിന് ഒരു പ്രകൃതി ഒരു രംഗം ഒരുക്കി തരണം. അത് ചിലപ്പോൾ ഉടനെ കിട്ടണമെന്നില്ല. ഇപ്പം ധൃതരാഷ്ട്രയുടെ കഥയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ധൃതരാഷ്ട്രർ അന്ധനായിട്ട് ജനിച്ചു. അദ്ദേഹം തൻ്റെ മക്കളെല്ലാം മഹാഭാരതത്തിൽ എല്ലാം കൊല്ലപ്പെടുന്നു. അങ്ങനെ മരണത്തിന് ശേഷം അദ്ദേഹം ഒരിക്കൽ ഹസ്തനപുരിയിൽ വരുന്ന ഭഗവാനോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിങ്ങനെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വന്നു? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? എനിക്ക് ഒരു മകനെ പോലും എനിക്ക് തിരിച്ചു കിട്ടിയില്ല, എല്ലാവരെയും കൊല്ലപ്പെട്ടു. ഞാൻ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, നിങ്ങൾ 100 വർഷം മുമ്പ് ഒരു കാട്ടാളനായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പക്ഷികളെയെല്ലാം ക്രൂരമായിട്ട് വേട്ടയാടുമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെ കുറേ പക്ഷികളെ ഇങ്ങനെ വലയിട്ട് പിടിച്ചു. അപ്പൊ അതിലൊരു പക്ഷി പറന്നുപോയി. അത് വളരെ നല്ല സുന്ദരമായ ഒരു പക്ഷിയായിരുന്നു. അപ്പൊ അതിനെ കൈവിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരികയും ഈ ബാക്കിയുള്ള പക്ഷികളെല്ലാം നിങ്ങൾ അഗ്നിക്ക് ഇരയാക്കി കൊല്ലുകയും ചെയ്യും. അപ്പോൾ ആ ജീവികളൊക്കെ കൊന്നതിനുള്ള ആ പാപം നിങ്ങൾക്ക് അനുഭവിക്കണം. അപ്പൊ അതിന് നിങ്ങൾ ക്രൂരമായ ഈ കൃത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ അന്ധനായിട്ടും അതിൻ്റെ ശിക്ഷ എന്താ പറയുക, തള്ളപ്പക്ഷി കരഞ്ഞ് നിലവിളിച്ച് ഈ മക്കളെല്ലാം കൊണ്ടുപോയത് കൊണ്ട്, അങ്ങനെ മക്കളെല്ലാം കൊന്നത് കൊണ്ട്, അപ്പോൾ ആ തള്ളപ്പക്ഷിയുടെ രോദനം അത് വേദനയായിട്ട് മാറി ആ വേദന അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ധൃതരാഷ്ട്രമായിട്ട് ജനിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ മാറാനായിട്ട് ഇത്രയും 100 വർഷം എന്തിനാണ് എനിക്ക് എടുക്കേണ്ടി വന്നത്? പറയും, അതിന് ആപ്റ്റായിട്ടുള്ള
ഇത്ര 100 മക്കൾ നിനക്ക് വന്നാലും 100 മക്കൾ മരിക്കണതിന്റെ ഈ 100 തത്തകൾ ചത്തതിന്റെ ആ വേദന നിനക്ക് അനുഭവിക്കണമെങ്കിൽ 100 മക്കൾ നിനക്ക് പിറക്കണം. അങ്ങനെ 100 മക്കൾ പിറക്കണമെങ്കിൽ നീ ഈ പറഞ്ഞ ഹസ്തിനപുരിയിലെ രാജാവായിട്ട് മാറണം. അങ്ങനെ നിനക്ക് മക്കളില്ലാതെ വരുന്ന സമയത്ത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ നിന്റെ പത്നി പ്രസവിക്കുന്ന മാംസപിണ്ഡത്തെ 100 കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുടത്തിലിട്ട് വ്യാസദേവൻ മന്ത്രങ്ങളൊക്കെ ചൊല്ലി എണ്ണയൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഒഴിച്ച് വച്ചിരിക്കുമ്പോൾ അതിൽ നിന്നും ഓരോ കുട്ടികളായിട്ട് ജനിക്കുന്നു. അങ്ങനെ ജനിച്ചതിന് ശേഷം ഈ കുട്ടികളെല്ലാം വളർന്ന് വലുതായി ക്രൂരരായിട്ട് പിറന്ന് അവര് ക്രൂരരായിട്ട് ജീവിച്ച് ക്രൂരമായിട്ട് കൊല്ലപ്പെടും. അങ്ങനെ നീ ചെയ്ത പാപത്തിന്റെ ഫലം അവസാനം നീ തന്നെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അതിനുകൊണ്ടാണ് നീ 100 വർഷം കഴിഞ്ഞ് ജനിക്കേണ്ടി വന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോ നമ്മളെന്താണ് നമ്മുടെ കർമ്മങ്ങള് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കണക്കിൽ കുറിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ ആരും അറിയുന്നില്ല. നമ്മോടൊപ്പം തന്നെ പരമാത്മാവുണ്ട്, പിന്നെ ശ്രവണന്മാരുണ്ട്, പിന്നെ സൂര്യചന്ദ്രാദികളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. പിന്നെ ഇതിന്റെ കണക്കുകളെല്ലാം ചിത്രഗുപ്തന്റെ ഇന്റർനെറ്റ് അതിലും ഉണ്ട്, ആ കമ്പ്യൂട്ടറിലും ഉണ്ട്. അപ്പം ഇവിടെ ഒരു കള്ളവും നടക്കില്ല എന്ന് മാത്രമല്ല, നരകത്തിൽ പോയി ശിക്ഷിക്കപ്പെട്ടാൽ പോലും അവിടെ കൊണ്ട് തീരില്ല. നമ്മളാൽ കൊല്ലപ്പെട്ട ജീവിക്ക് നീതി കിട്ടാൻ വേണ്ടി അവരാൽ നമ്മൾ കൊല്ലപ്പെടണം. നമ്മൾ പറ്റിച്ച ആൾക്ക് നീതി കിട്ടാനായിട്ട് അവരാൽ നമ്മൾ പറ്റിക്കപ്പെടണം. ഇങ്ങനെ ആ സംഭവം കൂടി വരുമ്പോഴാണ് നമ്മുടെ ശിക്ഷ പൂർണ്ണമാകുന്നത്. അല്ലാതെ ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്താ പറയുക, ഏറ്റവും മോശമായിട്ടുള്ള നിയമസംഹിത അല്ല. നമുക്കിവിടെയൊക്കെ എന്തിനാണ്, ഇവിടെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവനെ ജയിലിൽ കൊണ്ടിട്ട് അവന് നല്ല രീതിയിലുള്ള ആഹാരം, ഒരു ദിവസം സദ്യ, ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം ഫ്രൈഡ് റൈസ്, ഇങ്ങനെ ഓരോ ദിവസം നമ്മുടെ നികുതി കാശ് കൊണ്ട് ഈ കൊലയാളികൾക്കും ഈ ക്രൂരമായിട്ടുള്ള കുറ്റവാളികൾക്കും അവിടെ എന്താ പറയാ, ഡെയിലി അന്നദാനം കൊടുക്കും പോലെ, സദ്യ ഒരുക്കി കൊടുക്കും പോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് നേട്ടം? ആർക്കാണ് നേട്ടം? ഒരു 5 പേരെ കൊന്ന ഒരു ആന്റണി, അയാളെയും ഇതുപോലെ ജയിലിലിട്ട് ഇതുപോലെ തീറ്റിപ്പോറ്റുന്നു. ഒരു കുടുംബത്തിലുള്ള മുഴുവൻ പേരെയും കൊന്ന ഒരു യുവാവ് ഈ അടുത്ത കാലത്ത്, അവനും ഇതുപോലെ, എല്ലായിടത്തും ഇങ്ങനെയാണ് നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇവരെ തീറ്റിപ്പോറ്റിട്ട് എന്താണ്? ഇവരെല്ലാം ഈ ഗോവിന്ദചാമിയെല്ലാം ഉണങ്ങി ചുക്കടിച്ച് ജയിലിലായ ആള് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഗ്ലാമർ താരം, സിനിമാ താരമാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടെ ഇവരെ സൂചിപ്പിക്കുന്നത്. ജയിൽ പുള്ളികളുടെ എന്താ പറയാ, അവർക്ക് ഒന്നും കുറവ് വരാൻ പാടില്ല. അവരുടെ ഫുഡ് പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം നമുക്കൊക്കെ അങ്ങനെയാണോ? നമ്മൾ ആഹാരം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ്. മറ്റങ്ങനെയല്ല, ആ ആഹാരം കഴിച്ച് ഒന്നും പറ്റിപ്പോകരുത് അവർക്ക്. അത്ര കെയറിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മളുണ്ടാക്കിയ മരമണ്ടൻ നിയമങ്ങൾ. ഇതൊക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. അപ്പോ ഇവിടെ എന്താണ്, കണ്ണ് ഒരു കാഴ്ച കാണുമ്പോൾ അത് മനസ്സിനോട് പറയും, വീണ്ടും വീണ്ടും കാണാൻ അങ്ങനെ മനസ്സ് തയ്യാറാവും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മളെ, ചെവി ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ആരുടെ ശബ്ദമാണെന്ന് അറിയാനും, അല്ലെങ്കിൽ ആ ശബ്ദം പുറപ്പെടുവിച്ച ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ ഈ പഞ്ചേന്ദ്രിയം കൊണ്ടുവരുന്ന ഈ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ അവസാനം ശരിക്കും ഇതിലൊന്നും പൂർണ്ണ തൃപ്തി കിട്ടില്ല എന്നും അവസാനം ഭഗവാനെ മനസ്സിലാക്കുന്നതിലൂടെ, ഭഗവത് സേവനത്തിലൂടെ, ഭഗവത് പ്രസാദം കഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ശാന്തിയും കൂടുതൽ സന്തോഷവും കൂടുതൽ സമാധാനവും ഒക്കെ ലഭിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ അതിന് പിന്നെ പേടിക്കാനില്ല. പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറകിലോട്ട് പോകില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കൊച്ചുകുട്ടിയുടെ അതേ ഉദാഹരണം തന്നെ ഇവിടെയും എടുക്കാം. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു കത്തി ഇരിക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കത്തി പിടിച്ചു വാങ്ങാൻ പോയാൽ കൊച്ചു തരില്ല. നമ്മൾ പിടിക്കാൻ പോയാൽ അത് ഭയങ്കര പിടിച്ചു വെച്ച് വിടില്ല. എന്ന് മാത്രമല്ല, കൊച്ചിൻ്റെ കൈയും കാലും ഒക്കെ മുറിയും. അപ്പോൾ എന്ത് ചെയ്യും? ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? പതുക്കെ നൈസിൽ എന്തെങ്കിലും കളറായിട്ടുള്ള എന്തെങ്കിലും കളിപ്പാട്ടം എടുത്ത് മുമ്പിലിട്ട് കൊടുക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ മിണ്ടായിരുന്നാൽ മതി. ഈ കുട്ടി അതിനെയും കളിപ്പാട്ടം നോക്കി, ഈ കയ്യിലിരിക്കുന്ന നോക്കിയിട്ട്
ഇതിനടുത്ത് ഒറ്റ എറിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി ഇഴഞ്ഞു പോയി അതിനെ ചെന്ന് പിടിക്കും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ആ കത്തിഞ്ഞ് എടുക്കാം. ഇതാണ് ഇതിനെ ഇങ്ങനെ ചെയ്യുന്നത് പോലെ നമ്മളെ ഭൗതികതയിൽ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ ഭഗവത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇന്ദ്രിയങ്ങൾ നമ്മുടെ പക്കലേക്ക് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് വരികയും അങ്ങനെ ആമ തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ ഭഗവത്പരങ്ങളായ കാര്യങ്ങൾക്ക് എതിരായ സാഹചര്യങ്ങളിൽ നാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി ആ വിഷയത്തിൽ നിന്നും പിൻവലിക്കാനും അതിനെ നമുക്ക് ഭക്തിയിലേക്ക്, ഭഗവാന്റെ സേവനത്തിലേക്ക്, ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയും നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തനാകാനും തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും കഴിയും. ഇത് ഓരോ ദിവസം കൊണ്ടൊന്നും നടക്കില്ല. എന്നാൽ നിരന്തര ശ്രമം കൊണ്ട് ഒരു ദിവസം ഇത് നടക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സമയമായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി പ്രഭു. ഒന്നും അങ്ങനെ സംശയമില്ല പ്രഭു. ഹരേ കൃഷ്ണ. നന്നായി മനസ്സിലായി. ഹരിബോൽ. വേറെ എന്തെങ്കിലും താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വണ്ടി ഓടിക്കായിരുന്നു പ്രഭു, ക്ഷമിക്കണം, എടുക്കാൻ ലേറ്റ് ആയി പോയി. സോറി പ്രഭു. ഹരേ കൃഷ്ണ. നിർത്തിയിട്ട് എടുക്കുന്നതിനിടയ്ക്ക്. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ. നമുക്ക് നിർത്താം. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.